അരവിന്ദ ഘോഷ് 1893 ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി വന്നത്. അന്ന് നാലപ്പാട്ട് നാരായണ മേനോന് വെറും 6 വയസ്സേ ഉള്ളൂ. 1893 മുതൽ 1906 വരെയുള്ള 13 വർഷം അദ്ദേഹം ബറോഡ സ്റ്റേറ്റ് സർവീസിലെ അംഗമായിരുന്നു. 1906 മുതൽ 10 വരെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. 1910 ആലിപ്പൂർ ജയിലിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു നാരായണ ദർശനം ഉണ്ടായി. പിന്നെ നമ്മൾ അരവിന്ദനെ കാണുന്നത് 1910 മുതൽ പോണ്ടിച്ചേരിയിലെ ഒരു മഹായോഗിയായിട്ടാണ് കാണുന്നത്. 1926 നവംബർ 24 മുതൽ അദ്ദേഹം ഏകാന്ത ധ്യാനത്തിലായിരുന്നു. അപ്പോൾ ഈ കാലത്ത് 1990 മുതൽ 1890 മുതൽ 1900 വരെ ഉള്ള 10 വർഷം അരവിന്ദൻ എഴുതിയ കവിതകൾ നോക്കിയാൽ അതിൽ പ്രേമം, ദുഃഖം, മരണം, സ്വാതന്ത്ര്യം ഇവയെക്കുറിച്ചൊക്കെയുള്ള ഭാവാത്മകമായ ചിന്തകളാണ്. പിന്നീടാണ് മിസ്റ്റിസിസത്തിൻ്റെയും സിംബോളിസത്തിൻ്റെയും ഒക്കെ പാതയിലേക്ക് അദ്ദേഹത്തിൻ്റെ കവിത വഴിമാറി ഒഴുകുന്നത്. 1899 പ്രേമവും മരണവും എന്നൊരു മനോഹരമായ കവിത പുറത്തു വന്നു. ദൈവിക ജീവിതത്തെ അറിയലാണ് മനുഷ്യൻ്റെ ലക്ഷ്യം എന്ന് ചൂണ്ടിക്കാട്ടാനും മരണത്തിൽ നിന്ന് അനശ്വരത്വത്തെ എടുത്തു കാട്ടാനും അരവിന്ദൻ ആ കവിതയിൽ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായ സാവിത്രി അരവിന്ദൻ്റെ മരണശേഷം 4 വർഷം കഴിഞ്ഞ് 1954 വെളിച്ചം കണ്ടത്. ഇത് ഒരു കമ്പാരിസണായിട്ട് പറയല്ല. ഈ 1954 നാലപ്പാട്ട് നാരായണ മേനോൻ്റെ ആർഷജ്ഞാനം ആദ്യമായിട്ട് വെളിച്ചം കണ്ടതും നാലപ്പാടൻ മരിച്ച വർഷമാണ്. ആ വർഷത്തിൽ തന്നെയാണ് മാസ്റ്റർ പീസായിട്ടുള്ള അരവിന്ദൻ്റെ സാവിത്രി വെളിച്ചം കണ്ടതും. അതുകൊണ്ട് സാവിത്രി ഒഴികെയുള്ള മറ്റെല്ലാ കവിതകളും ഉള്ള ഒരു വോളിയും അരവിന്ദൻ്റെ ഞാൻ നാലപ്പാടൻ്റെ ശേഖരത്തിൽ നിന്ന് ആണ് ഞാൻ വായിച്ചിട്ട് മലയാളത്തിലേക്ക് മൊഴി മാറ്റിയിട്ടുള്ളത്. അതിൽ സാവിത്രി ഇല്ല. കാരണം അന്ന് സാവിത്രി പുറത്തു വന്നിട്ടില്ല. നാലപ്പാടൻ മരിച്ച വർഷമാണ് അത് പുറത്തു വന്നിരിക്കുന്നത്. പദ്യത്തിലും ഗദ്യത്തിലും ഒരുപോലെ പയറ്റിയിട്ടുള്ള അരവിന്ദൻ്റെ ജീവിതത്തിൽ നാലപ്പാടൻ്റെ ജീവിതവുമായിട്ട് താരതമ്യപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. 1920 മുമ്പ് രാഷ്ട്രീയ രംഗത്ത് കേളപ്പജിയുടെയൊക്കെ കൂടെ ഗാന്ധിജിയുടെ ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന നാലപ്പാടൻ അവിടെ നിന്ന് തത്വചിന്തയുടെയും ദർശനത്തിൻ്റെയും ഒരു പർണശാലയിലേക്ക്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടല്ല, അദ്ദേഹമായിട്ട് തന്നെ തൻ്റേതായ ഒരു പർണശാലയിലേക്ക് മടങ്ങിപ്പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മഹത്വമേ മൃത്യുവിൽ നീ എനിക്കെന്ന അനശ്വരത്വത്തെ എടുത്തുകാട്ടും എന്ന് 1924 പ്രസിദ്ധീകരിച്ച കണ്ണുനീർ തുള്ളിയിൽ നാം കാണുന്നുണ്ട്. പിന്നെ 1933 പ്രസിദ്ധീകരിച്ച ചക്രവാളത്തിൽ അതിൻ്റെ ഉത്തരവും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. 54 സാവിത്രി പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പേ നാലപ്പാടൻ്റെ കവിത ഈ കാര്യം ചോദിക്കുകയും അതിനൊരു ഉത്തരം കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. അത് ബംഗാളിൽ ഒരു കവി ആലോചിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഇവിടെ 1924 തന്നെ ആലോചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മണ്ഡലത്തിൻ്റെ മുമ്പേ നടന്ന കവി എന്ന് ഞാൻ അതുകൊണ്ടാണ് നാലപ്പാടിനെ വിളിക്കുന്നത്. അദ്ദേഹം ഒരിക്കലും ഒരു തീവ്രവാദമുള്ളൊരു രാഷ്ട്രീയം ഒരിക്കലും നാലപ്പാടിന് ഉണ്ടായിട്ടില്ല. അദ്ദേഹം അഹിംസയിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു ഗാന്ധിയൻ കോൺഗ്രസ്സുകാരനായിരുന്നു. തനി ഗാന്ധിയുടെ കോൺഗ്രസ്സാണ് നാലപ്പാട്ട് ഉണ്ടായിരുന്ന കോൺഗ്രസ്. അത് നാലപ്പാടൻ്റെ എന്താ പറയുക ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെയാണത്. ബ്രഹ്മസമാജവുമായിട്ട് ബന്ധപ്പെട്ട വിവേകാനന്ദൻ, ആര്യസമാജ സ്ഥാപകനായ ദയാനന്ദ സരസ്വതി, ആര്യസമാജത്തിൻ്റെ പൗരാണിക നിരാസത്താൽ തീവ്രവാദത്തിലേക്ക് നയിക്കപ്പെട്ട തിലകൻ എന്നിവരുടെ ആശയങ്ങളുമായിട്ട് മാത്രമല്ല തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആശയങ്ങളുമായിട്ടും നാലപ്പാടൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. മണ്ഡലത്തിൽ നിന്ന് മാത്രമല്ല കവി ഉണ്ടാവണം, മണ്ഡലത്തെ മാറ്റുന്ന കവി കൂടിയാണ് എന്നുള്ളതിനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇന്ത്യയുടെ നഭസിൽ മാറ്റത്തിൻ്റെ സന്ദേശവുമായിട്ട് കടന്നു വന്ന ഈ 3 പ്രസ്ഥാനങ്ങളുമായും ഒരേ സമയം ആശയവിനിമയം നടത്തുകയും അവയുടെ ആശയങ്ങൾ സ്വാംശീകരിക്കുകയും ചെയ്ത കേരളത്തിലെ അക്കാലത്തെ ഒരേ ഒരു കവിയും ചിന്തകനും എന്ന് മാത്രമല്ല ഒരുപക്ഷെ ഒരേ ഒരു വ്യക്തിയും ആ കാലത്ത് നാലപ്പാടനായിരുന്നിരിക്കണം. ഈ 3 പ്രധാന ആശയധാരകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്.
അവയുമായിട്ടുള്ള ആശയവിനിമയം നടന്നിട്ടുണ്ട്. എൻ്റെ തൻ്റേതായ ഒരു വഴി എനിക്ക് തോന്നുന്നില്ല വേറെ ആരും ആ കാലത്ത് അങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. അദ്ദേഹം ആയിരിക്കണം ആദ്യമായിട്ട്. ഇത് പറയണ സമയത്ത് നമ്മൾ വേറൊന്നും ആലോചിക്കേണ്ടത്, അന്ന് കേരളം വിഭജിച്ചിട്ടൊന്നുമില്ല. 1905 ഇന്ത്യയുടെ ആത്മാവിനെ നടുക്കണ വിധത്തിൽ ലോർഡ് കേഴ്സൺ ബംഗാളിനെ വിഭജിച്ചു. ബംഗാൾ വിഭജനത്തോടു കൂടിയാണ് നവോത്ഥാന സാഹിത്യത്തിൻ്റെ ഭാഷ വല്ലാണ്ട് ശക്തി ആർജിച്ചത്. ഇന്ത്യക്കാരൊക്കെ മടിയന്മാരും പരസ്പര അസൂയയും കുടിപ്പകയും പുലർത്തുന്നവരുമാണ്. അതുകൊണ്ട് കോൺഗ്രസ് സ്വയം അധപ്പതിച്ചു കൊള്ളും, ശാന്തമായൊരു മരണം കോൺഗ്രസ്സിനുണ്ടാവും എന്നൊക്കെ 1909 കഴ്സൺ പ്രഭു അഭിമാനിച്ച് പറയേണ്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രസ്ഥാനത്തു നിന്നാണ് അവിടെ നവോത്ഥാനം ഉണ്ടായത്. അന്ന് ഇവിടെ കേരളത്തിൽ അങ്ങനെ ഒരു വിഭജനം ഉണ്ടായിട്ടില്ല. അതൊന്നും ഉണ്ടാവാതെ തന്നെ ഇന്ത്യയിലിരുന്നു കൊണ്ട്, ഈ കേരളത്തിലിരുന്നു കൊണ്ട് ഒരു നവോത്ഥാനം തൻ്റെ മനസ്സിൽ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ചില കാര്യങ്ങളാണ്. ഒരു കവിയെ അറിയാൻ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. വെറുതെ കവിത വായിക്കുക മാത്രമല്ല, അക്കാലത്ത് ഇന്ത്യയുടെ മണ്ഡലം എങ്ങനെയായിരുന്നു, നമ്മുടെ ഗ്രാമത്തിൻ്റെ മണ്ഡലം എങ്ങനെയായിരുന്നു, ലോകത്തിൻ്റെ മണ്ഡലം എങ്ങനെയായിരുന്നു, ആ മണ്ഡലത്തിൽ ജീവിക്കുന്നതുകൊണ്ട് ഈ കവി എന്തെല്ലാം ചെയ്തു, ഇതൊക്കെ നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ട്. എന്നാലേ ആ കവിയെക്കുറിച്ച് പൂർണ്ണമായി പഠിക്കാനാവുള്ളൂ.